എല്ലാ ബഹുമാനം എനിക്ക് അടൂർ സാറിനോടുണ്ട്. സാറ് പറഞ്ഞെല്ലാം നല്ല സജഷനാണെങ്കിൽ ഈ SC/ST വനിത സാറേ ഇപ്പൊ സിനിമ എന്ന് എടുക്കാൻ ഈ 1.5 കോടിയോടൊന്നും പറ്റത്തില്ല. പ്രശ്നം അതാണ്. സാറ് പറഞ്ഞത് ശരി, 50 ലക്ഷം വെച്ച് 3 പേർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. 25 ലക്ഷം വെച്ച് അത് കുറച്ചുകൂടി വിലവായി കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്നും ഈ 1.5 കോടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ എടുത്ത ആളുകൾ വെള്ളം കുടിച്ച് കിടക്കുക. കാരണം അത്ര പ്രയാസമില്ല അവര്. ഇപ്പോൾ എടുത്തൊരു പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോ വീണ്ടും ഞാൻ പറയുന്നു, സുരേഷ് ഏട്ടൻ രാവിലെ ഇവിടെ പറഞ്ഞല്ലോ, ഈ 25-12 ലക്ഷത്തെ 3 ലക്ഷത്തിലാണ് അദ്ദേഹം തുടങ്ങിയത്. ഇപ്പൊ 5 കോടിയിലെത്തി. ഈ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ സിനിമ, അതുകൊണ്ട് ഇപ്പൊ 2022-21 മുതൽ അദ്ദേഹം സിനിമ ഇറക്കുന്നില്ലെന്നാ പറഞ്ഞത്. കാരണം തമ്പിസാറ് പറഞ്ഞു ഇനി ജീവിതത്തിൽ ഞാനൊരു സിനിമ എടുക്കാനേ പോകുന്നില്ല. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവർക്ക് സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. 98 വർഷമായി. ഈ വസ്തുതയാണ്. അതിന് ഈ ഗവൺമെന്റ് എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ്. 1.5 കോടി വെച്ച് 2 സിനിമ ഇറക്കുക. 4 സിനിമ ഇറക്കിയപ്പോ ഇപ്പൊ 2 സിനിമയ്ക്ക് പണം കൊടുക്കാൻ പോവാ. അവരാദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വനിതകൾ 2 സിനിമ. എത്ര സ്ത്രീകൾ ഈ നാട്ടിൽ സിനിമ എടുത്തു? ആ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് കടന്നു വരാൻ വേണ്ടി നമ്മളിപ്പോ 1.5 കോടി വെച്ച് 2 സിനിമ 3-4 സിനിമ എടുത്തു. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്ന ചില സ്കീമുകൾ ഞങ്ങളിപ്പോ കൊണ്ടുവന്നു. അപ്പോ വനിതകൾ, പട്ടികജാതി വിഭാഗങ്ങൾ, പിന്നോക്കം നിൽക്കുന്നവർ, ആവശ്യ സാമ്പത്തിക ബുദ്ധിമുള്ള അവർക്ക് സിനിമയുടെ മുഖ്യധാര വേണം. സാർ, ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാധനന്മാരെ ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി, സ്ക്രീനിങ് കമ്മിറ്റി, ഇവരെല്ലാം അയച്ചു തരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അവരെടുത്ത സിനിമ, ഇത്രയും സിനിമകളും അതിപ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഒരു പ്രപ്പോസൽ വന്നു, ഭിന്നശേഷിക്കാരുടെ കാര്യം പരിഗണിക്കണം. തീർച്ചയായിട്ടും ഈ പോളിസി മാറ്റത്തിന്റെ ഭാഗമായി അതുകൂടി ഗവൺമെന്റ് പരിഗണിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കും. ഫിലിം സൊസൈറ്റികളെ പറ്റി വന്നു. ഒരു അപെക്സ് ബോഡി കേരളത്തിൽ രൂപീകരിച്ച് സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ എങ്ങനെ കഴിയും എന്ന കാര്യം നമുക്ക് ആലോചിക്കണം. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞു. കുറച്ച് പണം എങ്ങനെ ആ മേഖലയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ഞാനൊരു ആലപ്പുഴക്കാരനാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. മലയാള സിനിമയുടെ തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഒരു കാലം ഉദയ സ്റ്റുഡിയോയിലാണ്. IFFKയുടെ 30ാമത് ഫെസ്റ്റിവൽ വരാൻ പോകുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ സിനിമയുടെ തുടക്കം, സിനിമയുടെ പിന്നീടുള്ള വളർച്ച എല്ലാം കാണിക്കുന്ന തരത്തിൽ 30ാമത് IFFK ഫെസ്റ്റിവൽ ഈ കോൺക്ലേവിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിഗംഭീരമായി ഈ വർഷം നടത്തണമെന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല 100ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അതിന്റെ തുടക്കവും ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നമുക്ക് ആരംഭിക്കാൻ കഴിയണം. സീതാലിനെ ഓർമ്മിക്കാനുള്ള ഇപ്പോൾ പ്രതിമ പൂർത്തീകരണ ഘട്ടത്തിലാണ്. കേരളത്തെ വളർത്തിയതിൽ മലയാള സിനിമ വലിയൊരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. നിർമാല്യം, നീലക്കുയിൽ, തുലാഭാരം, സ്വയംവരം, ചെമ്മീൻ, മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ, ഒത്തിരി സിനിമകൾ. ഇന്നത്തെ ഒരു സിനിമ ഇറക്കാൻ ഇന്ന് പലർക്കും ധൈര്യമില്ല. ഇനി ഇറക്കാൻ തീരുമാനിച്ചിട്ട് അയാളുടെ കാര്യം പോക്കുക. ഇപ്പൊ വർത്തമാനകാലത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന പുതിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ട നയവും നമുക്കുണ്ടാകണം. സാമൂഹികവും സാംസ്കാരികമായ പുരോഗതി കേരളത്തിൽ കൈവരിക്കാനുള്ള സിനിമ ഉണ്ടാകണം. മൂല്യബോധമുള്ള സിനിമകൾ ഉണ്ടാകണം. അതിനുള്ള പ്രാധാന്യം കൊടുക്കണം. ജനകീയമായ ധനസമാഹരണത്തിലൂടെ സിനിമ നിർമ്മിച്ച ജോൺ എബ്രഹാമിന്റെ നാടാണ് കേരളമെന്ന കാര്യവും നാം വിസ്മരിക്കരുത്. ഒരുപാട് സംഘടനകൾ മലയാള സിനിമയെ പ്രവർത്തിക്കുമെന്ന് ഞാനോട് വിശദീകരിച്ചു. വളരെ നല്ലതാണ്. സംഘടനകൾ തമ്മിലുള്ള പാരസ്പര്യം, സ്നേഹം, ഐക്യം മെച്ചപ്പെടുത്തണം. അതിനാരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണണം.